ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരെല്ലാവരും ഉള്ളുകൊണ്ടൊരു കുട്ടിയായിരിക്കും. ദാറ്റ് മീൻസ് ഉള്ളിലൊരു ഭാരം കയറ്റി വെക്കാതെ ഫ്രീ ആയിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ആരോടൊരു പ്രശ്നവുമില്ല. കിടന്നുറങ്ങുമ്പോൾ സമാധാനമുണ്ട്, മനുഷ്യന്മാരോട് ഇടപഴകുമ്പോൾ സമാധാനമുണ്ട്. ശരിക്കും ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസും ഹൃദയ ശുദ്ധീകരണവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മൾ ശരിയായ രീതിയിലേക്ക് ആ ഒരു സ്പിരിച്വൽ എസെൻസ് കിട്ടുമ്പോൾ നമ്മളൊരു കുട്ടിയെ പോലെയാവും. നമുക്കുള്ളൊരു ആനന്ദം നിറഞ്ഞൊരവസ്ഥ ഉണ്ടാവും. ഞാൻ ചോദിക്കാറുണ്ട് ആൾക്കാരോട്, നിങ്ങൾക്ക് ശരിക്കും സ്പിരിച്വാലിറ്റി പീസാണോ കൊണ്ടുതരുന്നത് അല്ല ജോയി ആണ്? ജോയ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ കിൻഡർ ജോയ് ഓർമ്മയുള്ളതുപോലെ കുട്ടികൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകും. നമ്മുടെ പ്രാർത്ഥന ശരിക്കും സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കാൻ പറയുന്നു. നമ്മൾ ഹജ്ജോ ഉംറയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ പരിശുദ്ധമാകും എന്ന് പറയുന്നു. അപ്പോൾ ഹാർട്ട് പ്യൂരിഫിക്കേഷൻ്റെ ഒക്കെ ലക്ഷ്യം നമ്മളെ കുഞ്ഞാക്കി മാറ്റാമെന്നല്ല. ദാറ്റ് മീൻസ് കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്നല്ല. കുഞ്ഞിൻ്റെ അവസ്ഥയിലെത്തിയാൽ ആർക്കെങ്കിലും, എനിക്ക് തോന്നുന്നില്ല, വെറും സമാധാനം എന്നുള്ള അവസ്ഥയിൽ മാത്രമേ ഇരിക്കാൻ പറ്റുന്നു. പുറത്തവർ സമാധാനത്തിലാണെങ്കിൽ കൂടി അകത്തൊരു ആനന്ദം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മൗലാന റൂമി പറയുന്നുണ്ട്, നിങ്ങൾ ട്രൂത്തിൻ്റെ അടുത്തെത്തുമ്പം ഒരു ആനന്ദത്തിൻ്റെ പുഴ ഇങ്ങനെ ഒഴുകുന്ന ഫീലിംഗ് ആയിരിക്കും. പുറത്ത് ശാന്തമായിരിക്കും, പക്ഷേ അകത്ത് ആനന്ദത്തിൻ്റെ ഒരു കടൽ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരിക്ക് ഹാർട്ട് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്പിരിച്വാലിറ്റിയിലാണല്ലോ അത് പറയുന്നത്, നമ്മുടെ ആത്മസംസ്കരണം. ആ സംസ്കരണം സംഭവിക്കുമ്പോഴേക്ക് നമ്മൾ ശരിക്കും ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക്, ആ പരിശുദ്ധിയിലേക്ക് നമ്മളെല്ലാവരും ജനിച്ചു വീണത് ശുദ്ധമായ പ്രകൃതിയിലാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്കുള്ള തിരിച്ചു നടക്കൽ കൂടിയാണ് ആ പ്രക്രിയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.